ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഞാനിപ്പോൾ എവിടെയെന്നല്ലേ, നമ്മുടെ കൗസല്യമ്മയുടെ വീട്ടിലെ പേരയുടെ ചുവട്ടിലാണ് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹെയർ കെയറിങ് മെത്തേഡാണ്. നമുക്ക് പേരയുടെ ഇല വെച്ചിട്ട് എങ്ങനെ നമ്മുടെ മുടി സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേരയുടെ ഇല വേണം. അത് ഒരുപാട് മൂത്തതും ആവരുത്, ഒരുപാട് ചള്ളും ആവരുത്. എന്നാൽ ഒരുപാട് ചള്ളായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇലകളിൽ ഇങ്ങനെ കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയണം. കണ്ടോ, ഇതേപോലെ പുഴു കൂട് കൂട്ടിയതും ഇട്ടുകാല് കൂട് കൂട്ടിയതൊക്കെ ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവും. അത് നമുക്ക് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ബാക്കിയുള്ള ഇലകളൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ഇതേപോലെ പൊട്ടിച്ച് എടുക്കാവുന്നതാണ്. പേരയുടെ ഇല എന്ന് പറയുന്നത് വളരെ പ്രകൃതിദത്തമായിട്ട് നമുക്കൊരു മരുന്ന് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ദൈവം തന്നിട്ടുള്ള ഒരു വരദാനാണ് കേട്ടോ. ഇതിന്റെ ഇല തൊട്ട് കായ മുതൽ വേര് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പല രീതിയിൽ നമുക്ക് മരുന്നുകളായി ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും. അതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും ഞാൻ പറയണില്ല, പലർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇല നമ്മളിന്ന് ഉപയോഗിക്കുന്നത് തലയിൽ ഉപയോഗിക്കാനാണ്. താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ല സ്മൂത്താക്കി വെക്കാനും സിൽക്കി ആയിട്ട് കെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഒരു ഇലയാണ് നമ്മുടെ പേരയുടെ ഇല. അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇതേപോലെ പേരയുടെ ഇല നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കണം. അപ്പം ഞാൻ ഇത്രയും പേരയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത്. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഉലുവയാണ് ഇടുന്നത്. ഉലുവ പലർക്കും പറ്റാത്തവരുണ്ടാവും. തണവ് പറ്റാത്തവര്, അതേപോലെ തന്നെ തലവേദന ഉള്ളവര്, മൈഗ്രെയിൻ ഉള്ളവര്. പക്ഷെ ഉലുവ ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വേണ്ടത്ര ഒരു സ്പൂണ് തികച്ച് വേണ്ട, എന്നാലും അത്രത്തോളം എടുത്തോളൂ. എന്നിട്ട് ആ പാത്രത്തിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള പേരയുടെ ഇലയും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് വൃത്തിക്കൊന്ന് കഴുകി എടുത്ത് വരിക. ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കുക. കണ്ടോ, ഞാൻ വൃത്തിയായി കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഈ ഒരു അളവിലുള്ള ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. കണ്ടോ, ഇതേപോലെ നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. തലവേദന ഉള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തൊട്ട് പറ്റിയിട്ട് വേണം ഈ ഒരു മിശ്രിതം നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഇല ഫുള്ള് നമ്മുടെ വെള്ളത്തിലോട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ തന്നെ എണ്ണ ആയിട്ടുള്ള, കാലങ്ങളോളമായിട്ട് നമ്മുടെ തന്നെ എണ്ണ ആയിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മളതിനൊരു പേരിട്ടതെന്നേ ഉള്ളൂ. എല്ലാവരും ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ഓൺലൈനിലായിട്ട് ആമസോണിലും വെബ്സൈറ്റിലൊക്കെ നമ്മളിപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലും നമ്മുടെ നമ്പർ കൊടുക്കുമ്പോൾ അതിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേര ഉലുവ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 8 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തൊട്ട് പുരട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുടി നന്നായിട്ട് വൃത്തിയായി നല്ല അകൽച്ചയുള്ള ചീർപ്പ് കൊണ്ട് ചീന്തി വൃത്തിയാക്കണം. അടുപ്പമുള്ള ചീർപ്പ് കൊണ്ട് ചീന്തി വൃത്തിയാക്കുമ്പോൾ മുടി പൊട്ടിപ്പോരാനും മുടി കടചോടെ പറഞ്ഞു പോരാനും മുടിയുടെ ഒരു സ്വാഭാവിക മൃദുത്വം നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നനഞ്ഞ മുടി നമ്മൾ ചീർപ്പ് കൊണ്ട് ചീന്തരുത്. അതായത് അടുപ്പുള്ള ചീർപ്പാണെങ്കിലും അകൽച്ചുള്ള ചീർപ്പാണെങ്കിലും മുടി നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചീർപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയുടെ തുമ്പ് നമുക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ എപ്പോഴും നമ്മൾ അകൽച്ചുള്ള ചീർപ്പ് കൊണ്ട് ചീന്തുന്നതാണ് വളരെ നല്ലത്. ഇനിയിപ്പോൾ പേനൊക്കെ ഉള്ള തലയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുള്ള പേൻ ചീർപ്പ് കൊണ്ട് ചീന്തുകയായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാൻ മുടിയുടെ തുമ്പ് വീണ്ടും ഒന്ന് വെട്ടിട്ടോ. അപ്പോൾ ഞാൻ ഓണത്തിന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടി എൻ്റെ അമ്മ തന്നെയാണ് വെട്ടി തരണത്. അപ്പോൾ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കെട്ടറുത്തതിന് ശേഷം ഞാൻ എണ്ണ തൊട്ട് പരട്ടി കൊടുക്കുകയാണ്. നമ്മുടെ തന്നെ എണ്ണയായിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പരട്ടുക. എന്നിട്ട് നമ്മുടെ തലയുടെ ഓട്ടിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഓവറായിട്ട് നിങ്ങൾ തല മസാജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എനിക്ക് ഇതേവരെയുള്ള എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. നമ്മൾ ചീർപ്പ് വെച്ചിട്ട് ഡെയിലി തല ചീന്തി വൃത്തിയാക്കണം. അത് ഇതേപോലെയുള്ള പല്ലകച്ചുള്ള ചീർപ്പുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ തലയിൽ തേക്കാനുള്ള വെള്ളം ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എണ്ണയൊക്കെ തൊട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. തലയിൽ അപ്ലൈ ചെയ്യണേക്കെ മുന്നേ അതൊന്ന് അരിച്ചിട്ട് വേണം നിങ്ങൾ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു കുപ്പി നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. നല്ല കുപ്പിയാണ്. ഇത് എണ്ണയൊക്കെ ആക്കി തേക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിലിങ്ങനെ ഈ ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് നമ്മൾ പീച്ചി കഴിഞ്ഞ് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അത് വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തേക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്ന് പോകുന്നില്ല. വെള്ളം നല്ല റെഡി ആയിട്ട് തന്നെ നമ്മുടെ തലയിൽ എല്ലായിടത്തേക്കും ആവും ചെയ്യും കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് പീച്ചിയിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. താരൻ എവിടേക്കാണോ നമുക്ക് കൂടുതലുള്ളത് വെച്ചാൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ഇതേപോലെ പീച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുപ്പി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സാധാരണ രീതിയിൽ തന്നെ കൈ കൊണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളം നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയുടെ റൂട്ട്സിനെ ബലപ്പെടുത്താനും മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും മുടി നല്ല സിൽക്കി ആയിട്ട് കെട്ടുപിടയാതെ കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ വാട്ടറാണ് നമ്മുടെ ഈ ഒരു പേരയുടെ ഇലയും ഉലുവയും കൂടിയിട്ടുള്ള വാട്ടർ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഷാമ്പു ചെയ്യുന്ന ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഡെയിലി തല കുളിക്കുന്ന ആളുകൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമേ 4 ദിവസമേ തല കുളിക്കുന്നുള്ളൂ വെച്ചാൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ വാട്ടർ നമ്മുടെ തലയുടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ തലയുടെ ബാക്കിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താരൻ്റെ പ്രശ്നം ചിലവർക്ക് ചെവിയുടെ ഭാഗത്ത്, നെറുകില്, തലയുടെ ബാക്കില് ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് വളരെ ഫലപ്രദമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അതിൽ കൂടുതൽ ടൈമൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് തേച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിലോ വെയിലത്തോ ഇറങ്ങി നടക്കരുത്, നമുക്ക് നീരിറങ്ങും. സാധാരണ കുളിക്കുന്ന ഒരു ടൈം ആയി കഴിഞ്ഞ് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അധികം നേരം നിർത്തേണ്ട ആവശ്യമില്ല. കുളിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അവരുടെ ശരീരം മൊത്തം നനഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിത് തേച്ച് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് നീരിറങ്ങുന്ന പ്രശ്നമോ തലവേദന പ്രശ്നമോ ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് നേരം കുളിക്കുന്നതിന് തൊട്ട് മുന്നേ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ വായിൽ കുറച്ച് വെള്ളം പിടിപ്പിച്ചിട്ട് വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീരിറങ്ങില്ല. പിന്നെ കാല് നനച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തന്നെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നീരിറക്കത്തിൻ്റെ പ്രശ്നം, തലവേദനയുടെ പ്രശ്നം, മൈഗ്രീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് വായിൽ കുറച്ച് വെള്ളം പിടിച്ച് ശരീരം നനച്ചതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. നീരിറക്കത്തിൻ്റെയോ തലവേദനയുടെയോ ഒന്നും പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് തലയിൽ നല്ലോണം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് 1/2 മണിക്കൂറും 3/4 മണിക്കൂറും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ചാൽ മതി. ഞാനൊക്കെ ഒരു 15 മിനിറ്റോളം വെക്കാറുള്ളൂ. എന്നിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാറാണ് കേട്ടോ പതിവ്. പിന്നെ ഒരു 3 മാസം മുന്നേ നമ്മളൊരു 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ ചലഞ്ചുകളാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടില്ല എന്നുള്ളത്. അതെന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എന്നും ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു ഹെയർ ചലഞ്ചാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ചൊക്കെ കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വീണ്ടും വെട്ടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ മുടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുളിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ.